ഹായ് കിം ആസ്പിരൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം, അതായത് കീം 2024 എക്സാം എഴുതി അതിൻ്റെ തേർഡ് റൗണ്ടിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എത്രത്തോളം റാങ്ക് ആവശ്യമായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞത് തേർഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ബ്രാഞ്ച് കിട്ടണമെങ്കിൽ ഏകദേശം ഇത്രത്തോളം മാർക്കെങ്കിലും അല്ലെങ്കിൽ ഇത്രത്തോളം റാങ്ക് വേണമെന്നുള്ള ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ച് വൈസ് നോക്കാം. സോ നമ്മൾ ആദ്യം എടുത്തുള്ള കോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന 2 കോളേജുകളുണ്ട്, ഗവൺമെൻറ് കോളേജുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ. ആദ്യത്തേത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. ഓക്കെ, സോ GEC കോഴിക്കോട്. സോ അതിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 19,646 റാങ്ക് നിങ്ങൾക്ക് വരണം. ഓക്കെ, മെറിറ്റ് ലിസ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടണമെങ്കിൽ തേർഡ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് 19,646 ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ് ഈ ഒരു കോഴ്സിലേക്ക്. ആൻഡ് ഇനി നിങ്ങൾ CET-യിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 3,398 ആണ്. ഓക്കെ, സോ തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് CET-യിൽ ഈ ഒരു കോഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3,398 ആണ് റാങ്ക് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത കോഴ്സിലേക്ക് നോക്കി നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. അത് കൊടുക്കുന്നത് MAC ആണ്, മാറത്നിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. സോ അവിടെ നിങ്ങൾക്ക് വേണ്ട റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് 7,413 ആണ്. ഓക്കെ, അടുത്ത കോഴ്സിലേക്ക് നോക്കാം. BTech ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂർ. ഓക്കെ, സോ അഗ്രികൾച്ചർ BTech പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ്, കേരളത്തിൽ ഒരേ ഒരു കോളേജാണ് KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂർ. സോ അതിനു വേണ്ടി വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 11,623 ആണ്. ഓക്കെ, അടുത്ത ബ്രാഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് GEC തൃശ്ശൂരാണ് ഏറ്റവും ടോപ്പ് കോളേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു 6,592 ആണ് സ്റ്റേറ്റ് റാങ്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ സാധ്യമാണെന്നാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി നമുക്ക് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 12,015 ആണ് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ TKM എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് 11,519 ആണ് കാണുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ആൻഡ് ഒപ്പം തന്നെ നമുക്ക് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജും ഒപ്പം തന്നെ TKM ഉണ്ട്. ഓക്കെ, അടുത്ത കോഴ്സ് എടുത്ത് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് ഒരുപാട് ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോളേജ് കാണാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ഫസ്റ്റ് കോഴിക്കോടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു 15,601. ഓക്കെ, സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി താഴ്ന്ന റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സിവിൽ കിട്ടുന്നതാണ്. ആൻഡ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 14,945 റാങ്ക് മതി. ഇനി RIT ആണെങ്കിൽ നിങ്ങൾക്ക് 15,352 റാങ്ക് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് RIT-ൽ നേടാൻ പറ്റുന്നതാണ്. മാക്കിലാണെങ്കിൽ MAC-യിലാണെങ്കിൽ 15,545. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ റാങ്കാണ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ NSS ആണെങ്കിൽ അത് നിങ്ങൾക്ക് 15,581 ആണ്. ഇനി നിങ്ങൾ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്കത് 15,442 ആണ്. ഒപ്പം തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അത് 10,496 ആണ്. TKM ആണെങ്കിൽ അത് 11,506. ഒപ്പം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽസ് TVM, സോ 12,591. ഒപ്പം തന്നെ നിങ്ങൾക്ക് CET ആണെങ്കിൽ അത് 4,939 ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് CET-യിലാണെങ്കിൽ നിങ്ങൾക്ക് കേരള വൈസിൽ നോക്കുകയാണെങ്കിൽ 4,939 വേണം. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ശേഷം നോക്കുകയാണെങ്കിൽ 4,939 ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് CET-ൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കോളേജിൻ്റെ റാങ്ക് വൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ബ്രാഞ്ചിലേക്ക് പോവാം. സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജാണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 41,103 വരെ തേർഡ് റൗണ്ടിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവിടെ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും റാങ്കിലേക്ക് വരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഒരു 10,780 വരെ പോയിട്ടുണ്ടെങ്കിൽ നേടാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മോസ്റ്റ് ഡിമാൻഡിങ് ബ്രാഞ്ച്. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ട് കഴിയുമ്പോൾ 2,925 വരെ റാങ്ക് കിട്ടിയിരിക്കണം.
ഒപ്പം തന്നെ നിങ്ങൾ RIT എടുത്ത് നോക്കുകയാണെങ്കിൽ RIT കോട്ടയാണെങ്കിൽ അത് 2641. ഇനി മാറത്ത് ഇന്ത്യൻസ് കോളേജ് കോതമംഗലാണെങ്കിൽ അത് 2039. ഇനി NSS ആണെങ്കിൽ അത് 3050. അപ്പം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ആണെങ്കിൽ അത് 831. ആൻഡ് TKM ആണെങ്കിൽ അത് 1523 വരെ പോയിട്ടുണ്ട്. ആൻഡ് ഇനി CET ആണെങ്കിൽ അത് 443. ഓക്കെ, സോ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത കോഴ്സ് നോക്കി വെക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഓൺ ഡാറ്റ സയൻസ്. ഓക്കെ, സോ ഡാറ്റ സയൻസ് ഓറിയൻറ്റഡ് ആണ്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എവിടെ മാറത്ത് ഇന്ത്യൻസ് കോളേജിൽ കോതമംഗലം. സോ അതിന് വേണ്ട ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് 3579. അടുത്ത കോഴ്സ് നോക്കാം. ഡയറി ടെക്നോളജി. ഒരു 3-4 കോളേജ് ഡയറി ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് വൺ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഇടുക്കി. അതിൽ നിങ്ങൾക്ക് ഒരു 19,050 റാങ്ക് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് ക്യാമ്പസിലുള്ള. സോ അത് നിങ്ങൾക്ക് 22,427 റാങ്ക് വരെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കുന്നതാണ്. ആൻഡ് വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് 13,916 വരെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ആൻഡ് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കൈമനം ട്രിവാൻഡ്രം. സോ അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് 22,014 റാങ്ക് വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി ടെക്നോളജി എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ഡയറി ടെക്നോളജിയുടെ ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നിട്ടുള്ളത്. അടുത്ത കോഴ്സ് നോക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സോ ഇവിടെ നമുക്ക് കുറച്ച് കോളേജ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിട്ടുള്ള റാങ്ക് എന്ന് പറഞ്ഞുള്ളത് 13,269. ആൻഡ് RIT ആണെങ്കിൽ അത് 12,765 വരെ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ MA കോളേജ് മാറത്ത് കോതമംഗലം എടുക്കുകയാണെങ്കിൽ അത് 11,754 വരെ പോയിട്ടുണ്ട്. ആൻഡ് NSS എടുക്കുകയാണെങ്കിൽ അത് 13,282 വരെ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീകൃഷ്ണപുരം എടുക്കുകയാണെങ്കിൽ അത് 7,697 വരെ പോയിട്ടുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ അത് 4,839 വരെയാണ് പോയിട്ടുള്ളത്. ഇനി TKM ആണെങ്കിൽ അത് 8,180 വരെ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാട്ടൺ ഹിൽസ് എടുക്കുകയാണെങ്കിൽ അത് 9,992 വരെ പോയിട്ടുണ്ട്. ആൻഡ് CETയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ 1,657 ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തേർഡ് റൗണ്ട് എത്തിയിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോസിബിൾ ആവുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനന്തവാടി കോളേജിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് 12,480 വരെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് മൊത്തത്തിലുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പ് കോളേജസിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നുള്ളത്. നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് TKM ആണ്. TKMൽ നിങ്ങൾക്ക് 9,608 വരെ റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഓഫ് കോളേജസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണെങ്കിൽ നിങ്ങൾക്കൊരു 7,875 റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്, ഈസി. ആൻഡ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണെങ്കിൽ അത് 7,134. ഇനി RITയിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ച് കുറയും, ഒരു 6,175 റാങ്കിൻ്റെ ഉള്ളിലെങ്കിൽ നിങ്ങൾ വന്നിട്ട് തന്നെയാണ്. ആൻഡ് NSS കോളേജ് പാലക്കാട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 5,283. ശ്രീകൃഷ്ണപുരം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 6,425. ഒപ്പം തന്നെ നിങ്ങൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ അത് 7,827 വരെ പോയിട്ടുണ്ട്. പൊതുവെ നിങ്ങൾക്ക് അറിയാം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുറച്ച് റാങ്ക് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ വേരിയസ് കോഴ്സ് ലഭിക്കുകയുള്ളൂ. എന്നാൽ കമ്പയറിങ് വിത്ത് അതർ കോളേജ്, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ തൃശ്ശൂരിൽ ഒരു റാങ്ക് വന്നിട്ടുണ്ട്. എവിടെ നമ്മൾ എന്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ECയുടെ കേസ് എടുക്കുകയാണെങ്കിൽ. അടുത്ത TKM ആണ്. TKMൻ്റെ കേസിൽ നിങ്ങൾക്ക് 1,820 ഉള്ളിൽ എന്ത് വേണം, റാങ്ക് കിട്ടിയിട്ട് തന്നെയാണ്. ആൻഡ് ബാട്ടൺ ഹിൽസ് ആണെങ്കിൽ 3,851. ഒപ്പം തന്നെ നമ്മൾക്ക് CET എടുക്കുകയാണെങ്കിൽ അത് 5,241 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കും കൂടെ പോയി നോക്കാം.
അതിൽ തന്നെ ഫസ്റ്റ് പറയാനുള്ളത് ഇടുക്കിയാണ്. സോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 24,920 വരെ റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ അതും 24,961 ഓൾമോസ്റ്റ് സെയിം റാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് മെക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ഏകദേശം സിമിലർ റാങ്ക് തന്നെയാണ് വന്നിട്ടുള്ളത്, 24,918. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ RIT ആണ്. RITയിൽ 24,229 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് കോതമംഗലം മാറത്നിയേഴ്സ് ആണ്. സോ അവിടെ ഒരു 25,190 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത NSS പാലക്കാട് ആണെങ്കിൽ ഒരു 25,283 റാങ്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണപുരമാണ്. അവിടെ ഒരു 25,299 റാങ്കിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 9,781 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ പോസിബിൾ ആവുന്നതാണ്. ആൻഡ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 17,489 വരെ നടന്നിട്ടുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡാറ്റ. അടുത്തത് ബാട്ടൺ ഹിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 15,789 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ CET എടുത്ത് നോക്കുകയാണെങ്കിൽ 4,287 ഉള്ളിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് CETയിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 19,683 റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ തന്ന ഡാറ്റ എല്ലാം നമ്മളുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വന്നിട്ടുള്ള ഡാറ്റയുടെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക്, ഒപ്പം തന്നെ ഏകദേശം എത്രത്തോളം റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങളുടെ ഡ്രീം ബ്രാഞ്ച് നേടാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. സോ ഇപ്പോൾ ഉള്ള ഈ ഒരു 2 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.